നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9ലെ NCERTയിലെ സെക്കൻഡ് ചാപ്റ്ററായ മേരി ശിഖർ യാത്രയിലെ പാർട്ട് 2 ആണ്. ഫസ്റ്റ് പാർട്ട് 1 ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കണ്ടു നോക്കുക. അതിനുശേഷം ഇത് കാണുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. जैसे ही मैं साउथ कोल कैंप पहुंची, मैंने अगले दिन की अपनी महत्वपूर्ण चढ़ाई की तैयारी शुरू कर दी. അപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഒരു സൗത്ത് കോളിലെത്തിയ സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അതിന് ശേഷം അതെല്ലാം ഓക്കെ ആക്കിയിട്ട് ഇവർ പിന്നീട് യാത്ര തുടങ്ങി എന്നുള്ളത്. അപ്പോൾ ജയ്സെ ഹി മേ സൗത്ത് കോൾ ക്യാമ്പ് പൗഞ്ചി, എപ്പോഴാണോ ഞാൻ സൗത്ത് കോൾ ക്യാമ്പിൽ എത്തിയത്, मैंने अगले दिन की अपनी महत्वपूर्ण चढ़ाई की तैयारी शुरू कर दी. ലേഖിക എന്ത് ചെയ്തു? ബചേന്ദ്രി പാൽ പിറ്റേ ദിവസം ചടായി പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ സ്റ്റാർട്ട് തുടങ്ങി. मैंने खाना, कुकिंग गैस तथा कुछ ऑक्सीजन सिलेंडर इकट्ठे किए. ലേഖിക എന്ത് ചെയ്തു? കുറച്ച് ഭക്ഷണങ്ങളും അതുപോലെ തന്നെ കുക്കിംഗ് ഗ്യാസ്, ഭക്ഷണം പാകം ചെയ്യാനായിട്ട് കുക്കിംഗ് ഗ്യാസ്, തഥാ കുറച്ച് ഓക്സിജൻ വേണമല്ലോ, ഓക്സിജൻ സിലിണ്ടർ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ഓക്സിജൻ സിലിണ്ടർ ഇക്കട്ടേക്ക് എന്ന് പറയുന്നത് കളക്ട് ചെയ്യാന്നർത്ഥം. जब दोपहर 1:30 बजे बिस्सा आया, उसने मुझे चाय के लिए पानी गर्म करते देखा. അപ്പോൾ ഉച്ചയ്ക്ക് ദോപഹർ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് 1:30 ബജെ എന്ന് പറഞ്ഞാൽ 2:30 മണിക്ക് ബിസ്സ വന്നു ക്യാമ്പിലേക്ക്. ഉസ്നെ മുझे ചായ് കെ ലിയെ പാനി ഗരം കർത്തെ ദേക്കാം. അദ്ദേഹം ബചേന്ദ്രി പാലിന് വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം നല്ല ഐസായിരിക്കുമല്ലോ അവിടെ, അപ്പോൾ അത് ചൂടാക്കണം. അപ്പോൾ വെള്ളം ചൂടാക്കുന്നത് കണ്ടു. ജയ് ഓർ മീനു അഭി ബഹുത് പീച്ചേ थे. അപ്പോൾ ജയയും മീനുവും സൗത്ത് കോളിൽ എത്തിയിട്ടില്ല, വളരെ പുറകിലായിരുന്നു അവർ. मैं चिंतित थी कि क्योंकि मुझे अगले दिन उसके साथ ही चढ़ाई करनी थी. അപ്പോൾ ലേഖിക ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുകയാണ്. മുझे अगले दिन, എനിക്ക് പിറ്റേ ദിവസം ഉൻകെ സാത്ത് ഹി ചടായി കർണി തി. ഇവരോടൊപ്പമാണ്. ആരോടൊപ്പം? ജയയുടെയും കൂടെ, അതുകൊണ്ട് ജയയോടൊപ്പം മീനുവിൻ്റെയും കൂടെയും ഒന്നിച്ചാണ് പിറ്റേ ദിവസം തൊട്ട് യാത്ര ചെയ്യേണ്ടിയിരുന്നത്. വേ ധീരെ ധീരെ ആരഹേത്, അവരാണെങ്കിൽ എങ്ങനെയാണോ വളരെ പതുക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. ക്യോങ്കി വേ ഭാരി ബോജ് ലേക്കർ അവർ ബിന ഓക്സിജൻ കെ ചൽ രഹേത്. അവർ എന്തുകൊണ്ടാണ് വളരെ സ്ലോയിൽ വരാൻ കാരണം? അവരാണെങ്കിൽ വളരെ പതുക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അവരുടെ കയ്യിൽ ഭാരി ബോജ് ലേക്കർ എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ലഗേജ് ചുമന്നുകൊണ്ടാണ്, അതും ഓക്സിജൻ ഇല്ലാണ്ട് ആണ് അവർ ഈ കയറ്റം കയറിയിരുന്നത്. അതുകൊണ്ട് വളരെയധികം സ്ലോയിലാണ് അവർ വന്നിരുന്നത്. പിറ്റേ ദിവസം ഇവരെ കൂടി ബചേന്ദ്രി പാൽക്ക് യാത്ര ചെയ്യാൻ വേണം. ഇവർ രണ്ടുപേരും കൂടിയാണ് കയറ്റം കയറുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ടെൻഷനായത്, ഒന്ന് ചിന്തിച്ചത്, ഒരുപാട് ലേറ്റ് ആവും എന്നൊക്കെ കാര്യങ്ങളോർത്ത് ആലോചനയിൽ പോയത്. दोपहर बाद मैंने अपने दल के दूसरे सदस्यों की मदद करने और अपने एक थर्मस को जूस से और दूसरे को गर्म चाय से भरने के लिए नीचे जाने का निश्चय किया. ഉച്ചയ്ക്ക് ശേഷം, दोपहर बाद എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം, ഞാൻ अपने दल के दूसरे सदस्यों की, ലേഖിക തൻ്റെ ഗ്രൂപ്പിലുള്ള മറ്റുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ട്, മെമ്പേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി മദദ് കർണെ അവർ अपने एक थर्मस को जूस से और दूसरे को गर्म चाय से. തെർമസ് എന്ന് പറഞ്ഞാൽ ഫ്ലാസ്ക്, ഒരു ഫ്ലാസ്കിൽ ജ്യൂസും അതുപോലെ തന്നെ മറ്റേ വേറൊരു ഫ്ലാസ്കിൽ ഗരം ചായ, നല്ല ചൂടുള്ള ചായയും. ഭർണി കേലി എന്ന് പറഞ്ഞാൽ
ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി നിറയ്ക്കുന്നതിന് വേണ്ടി നീച്ചെ ജാനേക്ക് നിശ്ചയിക്കുക. ഈ ക്യാമ്പിൽ നിന്നും താഴേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. मैंने बर्फीली हवा में ही तंबू से बाहर कदम रखा. ബർഫീലി ഹവ എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് ആ തണുത്ത കാറ്റ് സഹിച്ചുകൊണ്ടാണ് തമ്പൂസെ ഈ ക്യാമ്പിൽ നിന്നും ബാഹർ കദം രക്ക പുറത്തേക്ക് കാല് വെച്ചത്. जैसे कि मैं ക്യാമ്പ് ക്ഷേത്ര से बाहर आ रही थी मेरी मुलाकात मीनू से हुई. അപ്പോൾ ആ ക്യാമ്പ് ക്ഷേത്രസെ എന്ന് പറഞ്ഞാൽ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ മേരി മുലാഖാത്ത് ആരെ കണ്ടു? ഞാൻ മീനുവിനെ കണ്ടു. മുലാഖാത്ത് എന്ന് പറഞ്ഞാൽ കൂടിക്കാഴ്ച, മീറ്റ് ചെയ്യുക. മീനുസെ ഹുയി കി ഓർ ജയ് അഭി കുച്ച് പീച്ചേ ദേ. കീയും അതുപോലെ തന്നെ ജയും എന്താണ് പിന്നെയും പുറകിലാണ്. മുझे ജയ് ജനേവ സ്പർക്കി ചോട്ടിക്ക് ടീക്ക് നീച്ചെ മില. അപ്പോൾ ജയിനെ എവിടെയാണ് കണ്ടത്? ജനേവ സ്പർക്കി ചോട്ടി. ജനവാസ്പർ എന്ന് പറഞ്ഞാലും ഒരു പർവ്വതത്തിൻ്റെ പേരാണ്. ആ പീക്കിൻ്റെ അടുത്താണ് കണ്ടുമുട്ടിയത്. ഉസ്നെ കൃതജ്ഞതാപൂർവക് ചായ് വഗേര പി. വളരെ സന്തോഷത്തോടു കൂടി, കൃതജ്ഞതാപൂർവക് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി ചായയും അതുപോലെ തന്നെ വഗേര സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാനുള്ളതൊക്കെ അതെല്ലാം കഴിച്ചു. ലേക്കിൻ മുझे और आगे जाने से रोकने की कोशिश की. അപ്പോൾ ലേഖിക പിന്നെയും താഴേക്ക് ഇറങ്ങാൻ പോയപ്പോഴേക്കും അത് തടഞ്ഞു. ഇനി താഴേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ആര്? ജയ് പറഞ്ഞു. മഗർ മുझे കീ സേ ഭി മിൽനാ താ. പക്ഷേ ലേഖികയ്ക്ക് ഇനി കീയേയും കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ദോഡസ് और आगे नीचे उतरने पर मैंने की को देखा. ലേഖിക കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങിയപ്പോഴേക്കും ആരെ കണ്ടു? കീനെ കണ്ടു. അപ്പോൾ മുझे देखकर हक्का बक्का रह गया. हक्का बक्का रह गया എന്ന് പറഞ്ഞാൽ വളരെയധികം ആശ്ചര്യപ്പെട്ടു. കീനെ കണ്ട ഈ കീ നമ്മുടെ മജേന്ദ്രപാലിനെ കണ്ടപ്പോൾ അന്വേഷിച്ച് വന്നല്ലോ താഴേക്ക്. ഇവർ കയറി വരുന്നതല്ലേ ഉള്ളൂ മുകളിലേക്ക്. അപ്പോൾ അന്വേഷിച്ച് വന്ന കണ്ടപ്പോഴേക്കും വളരെയധികം ഹാപ്പിയായി. ഇന്ന് തുമ്മി ഇത്തിരി പിടി ജോക്കിങ് ക്യോൺ ലി ബജേന്ദേ. അപ്പോൾ ചോദിക്കുകയാണ്, നീ എന്തിനാ ഇത്ര വലിയ റിസ്ക് എടുത്തത്? ജോക്കിങ് എന്നാൽ താഴേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് റിസ്ക് ആണല്ലോ. അപ്പോൾ നീ എന്തിനാണ് ഈ ഇത്രയധികം റിസ്ക് എടുത്തതെന്ന് കീ ചോദിക്കുകയാണ് ബജേന്ദ്രപാലിനോട്. मैंने उसे दृढ़तापूर्वक कहा मैं भी औरों की तरह एक पर्वतारोही हूँ. അപ്പോൾ ലേഖിക പറയാണ് ദൃഢതാപൂർവ്വം വളരെ ദൃഢനിശ്ചയത്തോടു കൂടി പറയാണ് മേ ബി ഓരോക്ക് തര ഏക്ക് പർവ്വതാരോഹി ഹും. ഞാൻ മറ്റുള്ളവരെ പോലെ തന്നെ ഒരു പർവ്വതാരോഹിയാണ്. ഇസ്ലിയെ ഇസ് ദൽമേ ആയി ഹും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ വന്നത്. ശാരീരിക രൂപസെ മേ ടീക്കും. എന്താണ്? ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലി ഞാൻ വളരെയധികം ഓക്കെയാണ്. ഇസ്ലിയെ മുझे अपने दल के सदस्यों की मदद क्यों नहीं करनी चाहिए. ഞാൻ ഹെൽത്തിയുമാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹസികത എനിക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടും എൻ്റെ സദസ്സിൽ എൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും സഹായിച്ചാൽ എന്താ പ്രോബ്ലം എന്ന് ചോദിക്കുകയാണ്. കി ഹസ और अपने पेय पदार्थ से प्यास बुझाई. കീ അതൊക്കെ കേട്ടപ്പോൾ ചിരിച്ചു. പിന്നെന്താണ്? പേയ് പദാർത്ഥ സെ പ്യാസ് ബുജായി. ഭക്ഷണമൊക്കെ കഴിച്ചു, വിശപ്പൊക്കെ മാറി. ലേക്കിൻ ഉസ്നെ മുझे अपना കിറ്റ് ലേ ജാനെ നഹി ദിയ. പക്ഷേ എന്ത് ചെയ്തു? ആ കിറ്റ് താഴേക്ക് കൊണ്ടുപോകാനായിട്ട് സമ്മതിച്ചില്ല. ദോടി ദേർ ബാദ് സൗത്ത് കോൾ ക്യാമ്പ് സെ ലാട്ടു और ബിസ ഹമേ മിൽനെ നീച്ചെ ഉത്തറായി. കുറച്ചൊന്നും സമയം കഴിഞ്ഞപ്പോഴേക്കും സൗത്ത് കോളിൽ നിന്നും ലാട്ടുവും അതുപോലെ തന്നെ ബിസ്സയും ഇവരെ കാണാനായിട്ട് താഴേക്ക് വന്നു. और हम सब साउथ कोल पर जैसे भी सुरक्षा और आराम की जगह उपलब्ध थी. അപ്പോൾ സൗത്ത് കോളിൽ ഇവർ അവിടെ നല്ല സുരക്ഷ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ആയിരുന്നു സൗത്ത് കോൾ. അതുപോലെ തന്നെ ആരാം കി ജഗ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഉസ്പർ ലൗട്ടായി അവർ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ വന്നു. സൗത്ത് കോൾ ക്യാമ്പിലേക്ക് തിരിച്ചു വന്നു. സൗത്ത് കോൾ പൃഥ്വി पर बहुत अधिक कठोर जगह के नाम से प्रसिद्ध है. അപ്പോൾ സൗത്ത് കോള് പൃഥ്വി എന്ന് പറഞ്ഞ ഭൂമിയിൽ ഏറ്റവും വലിയ കഠോർ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് എന്നാണ് സൗത്ത് കോള് പ്രസിദ്ധമായിരിക്കുന്നതെന്ന്.
ഈ സൗത്ത് കോള് ഭൂമിയിലെ ഏറ്റവും കഠിനമായ സ്ഥലം എന്ന് പറയാൻ കാര്യം എന്താണ്? അവിടുത്തെ ക്ലൈമറ്റ് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. അഗലെ ദിൻ മേ സുബഹ 4 ബജെ ഉഠ് ഗയി. പിറ്റേ ദിവസം എന്താണ്? രാവിലെ 4 മണിക്ക് എഴുന്നേറ്റു. ബർഫ് പിഘലായ അവർ ചായ ബനായി. ബർഫ് പിഘലായ എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും വെള്ളമൊന്നും വെക്കാൻ പറ്റില്ലല്ലോ, ഐസായി പോകുമല്ലോ. അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്താലേ ഇവർക്ക് ചായയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് ബർഫ് പിഘലായ എന്ന് പറഞ്ഞാൽ, മഞ്ഞുരുക്കി എന്നാണ് പറയുന്നത്. കുച്ച് ബിസ്ക്കറ്റ് അവർ ആദി ചോക്ലേറ്റ് കാ ഹൽക്ക നാസ്ത കർണേക്ക് ബാദ്. കുറച്ച് ബിസ്ക്കറ്റും അതുപോലെ തന്നെ പകുതി ചോക്ലേറ്റൊക്കെ, അങ്ങനെ ഹൽക്ക നാസ്ത എന്ന് പറഞ്ഞാൽ വളരെ വളരെ എന്താ പറയുക, നോർമലായിട്ടുള്ളൊരു, ഹെവി അല്ല, വളരെ നോർമലായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് मैं लगभग 5:30 बजे अपने तंबू से निकल पड़ी. 5:30 5:30 തമ്പു ഈ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അങ്കദോർജി ബാഹർ ഗഡാത അവർ കോയി ആസ്പാസ് നഹീദ. അങ്കദോർജി അവിടെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു, പക്ഷേ വേറെ ആരും അവിടെ കണ്ടില്ല എന്ന്. അങ്കദോർജി ബിന ഓക്സിജൻ കി ഹി ചടായി കർണേ വാലാ താ. അങ്കദോർജി എങ്ങനെയാണ്? ഓക്സിജൻ ഇല്ലാതെയാണ് ചടായി, അതായത് കയറ്റം കയറാൻ തീരുമാനിച്ചിരുന്നത്. ലേക്കിൻ ഇസ്കെ കാരണം ഉസ്കെ പയർ ടണ്ടേ പട് ജാത്തേ തേ. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാല് വളരെ ഐസ് പോലെയായി മാറി. इसलिए वह ऊंचाई पर लंबे समय तक गुले में और रात्रि में शिखर कैंप पर नहीं जाना चाहता था. അതുകൊണ്ട് അങ്ങനെ കാലിൽ ഇങ്ങനെ ഭയങ്കര തണുപ്പ് പിടിക്കുന്നത് കൊണ്ട് ഓപ്പൺ സ്പേസിൽ ഇരിക്കാനും അതുപോലെ തന്നെ രാത്രി ഈ ക്യാമ്പിൽ ഈ പീക്കിലേക്ക് പോകാനോ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. इसलिए उसे या तो उसी दिन चोटी तक चढ़कर साउथ कोल पर वापस आ जाना था അഥവാ അപ്പനെ പ്രയാസ്കോ ചോട് ദേനാഥ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ ഈ പ്രയത്നം സൗത്ത് കോളിലേക്ക് പിന്നെ തിരിച്ചിറങ്ങി വരണം, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് കയറണ്ട എന്ന് തീരുമാനിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കണം. തുരന്ത് ഈ ചടായി ശുരു കർണ ചാത്തത. പക്ഷേ അങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ കയറ്റം കയറി പോകണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അവർ ഉസ്നെ മുസ്സെ പൂച്ച. അദ്ദേഹം എന്നോട് ചോദിച്ചു, ക്യാ മേ ഉസ്കെ സാത്ത് ജാനാ ചാഹൂങ്കി. അപ്പോൾ ഈ അങ്കദോർജി ചോദിക്കുകയാണ്, നീ എൻ്റെ കൂടെ കയറ്റം കയറാൻ താല്പര്യമുണ്ടോ, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. एक ही दिन में साउथ कोल से चोटी तक जाना और वापस आना बहुत कठिन और ശ്രമസാധ്യ होगा. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ സൗത്ത് കോളിൽ നിന്നും ആ പീക്കിൽ, സൗത്ത് കോളിൻ്റെ ആ പീക്കിലേക്ക് പോവുകയും അതുപോലെ തന്നെ തിരിച്ചിറങ്ങുകയും ചെയ്യുക എന്നുള്ളത് വളരെയധികം ശ്രമസാധ്യം എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. इसके अलावा यदि अंगदौर्जी के पैर ठंडे पड़ गए तो उसके लौट कर आना का भी जोखिम था. ഇത് കൂടാണ്ട് അങ്കദോർജിക്ക് കാലിൽ വല്ല പ്രശ്നം, തണുപ്പ് വന്ന് കാല് വല്ലാതെ മരവിച്ച് പോവുകയാണെങ്കിൽ തിരിച്ചിറങ്ങാനും വളരെ ജോക്കിം എന്ന് പറഞ്ഞാൽ റിസ്ക് ആയിരുന്നു എന്ന്. മുझे फिर भी अंगदौर्जी पर विश्वास. പക്ഷേ ലേഖക ഇങ്ങനെയൊക്കെ ആലോചിച്ചെങ്കിലും എന്താണ്, अंगदौर्जिയിൽ വളരെയധികം വിശ്വാസമുണ്ടായിരുന്നു. और साथ साथ में आरोहणी की क्षमता और कर्मठता के बारे में भी आश्वस्त थी. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ആരോഹിണി, അതായത് ഒരു പർവ്വതാരോഹിണി എന്ന അതിൻ്റെ ഒരു ക്ഷമയും, ഒരു ആരോഹണം ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതെല്ലാം ഫേസ് ചെയ്യാനുള്ള ക്ഷമതയും, കർമ്മഠത എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ ഒരു ആഗ്രഹം, ദൃഢത, അവിടെ കയറണം എന്നുള്ള ആ ഒരു ദൃഢത, അതും ഉള്ളത് കൊണ്ട് എന്താണ്, അതിൽ വളരെയധികം എന്താണ് ഉറച്ചൊരു വിശ്വാസമുണ്ടായിരുന്നു. ആർക്ക്? നമ്മുടെ ബജേന്ദ്രി പാലിന്. अन्य कोई भी व्यक्ति इस समय साथ चलने के लिए तैयार नहीं था. വേറെ ആരും എന്താണ് കൂടെ പോകാനായിട്ട് തയ്യാറുമല്ലായിരുന്നു. सुबह 6:20 पर जब अंगदौर्जी और मैं साउथ कोल से बाहर आ निकले तो दिन ऊपर चढ़ आया था. അപ്പോൾ 6:20 രാവിലെ 6:20
അങ്കദോർജിയും അതുപോലെ തന്നെ ലേഖികയും ബജേന്ദ്രിപാലും സൗത്ത് കോളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഊപ്പർ ചഡ് ആയാതാന്ന് പറഞ്ഞാൽ കുറച്ച് നേരം വെളുത്തു എന്നർത്ഥം. ഹൽക്കി ഹൽക്കി ഹവ ചൽ രഹി थी, അതായത് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ലേക്കിൻ ठंड भी बहुत अधिक थी, പക്ഷേ നല്ല തണുപ്പും ഉണ്ടായിരുന്നു, പതുക്കെയുള്ള ഒരു കാറ്റും ഉണ്ടായിരുന്നു. मैं अपनी आरोही उपस्कर में काफ़ी सुरक्षित और गर्म थी. ആരോഹി ഉപസ്കർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സ് ധരിക്കുമല്ലോ, ആ ഡ്രസ്സിന് കോട്ട് പോലത്തെ തണുപ്പ് പിടിക്കാണ്ടിരിക്കാനുള്ള കോട്ട്, അപ്പോൾ അതിൽ സുരക്ഷിതമായിരുന്നു, അത്യാവശ്യം ചൂടും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഹംനെ ബഗേർ രസിക്കെ ഹി ചടായിക്ക്, അതുപോലെ തന്നെ അവർ കയറൊന്നും ഉപയോഗിക്കാണ്ട് തന്നെയാണ് മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നത്. अंगदौर्जी एक निश्चित गति से ऊपर चढ़ते गए और मुझे भी उनके साथ चलने में कोई कठिनाई नहीं हुई. अंगदौर्जी एक निश्चित गति से ഒരു കറക്റ്റ് എന്താ പറയുക, ഒരു വേഗതയിലാണ്, ഒരു നിശ്ചിതമായ ഒരു വേഗതയിലാണ്, സ്പീഡിലാണ് അദ്ദേഹം കയറ്റം കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലേഖികയ്ക്കും അദ്ദേഹത്തിൻ്റെയോടൊപ്പം കയറാനായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. जमे हुए बर्फ की सीधी व डलाऊ चट्टानों इतनी सख्त और बुरबुरी थी मानो शीशों की चादर बिछी हो. അപ്പോൾ ഈ താഴെ വീണ് കിടക്കുന്ന ബർഫ് കി സീതി ഈ മഞ്ഞുമലകൾ അടിത്തട്ടിൽ, ജമേഹുയ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിത്തട്ടിൽ കൂടിക്കിടക്കുന്ന ഐസിൻ്റെ നേരെയുള്ളതും, സീതി എന്ന് പറഞ്ഞാൽ നേരെയായതും അതുപോലെ തന്നെ സ്ലോപ്പായതും, ആ ഡലാവു ചണ്ടാനം ഇത്തിനി സക്ത്, അത്രയും കട്ടിയുള്ളതും ഹാർഡായിട്ടുള്ള, ബുർബുരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നത് പോലെ, മാനോ ശീശോങ്കി തരൽ ബിച്ചി ഹോ, അതായത് ഇവർ നടന്നു പോകുന്ന വഴികൾ മൊത്തം മഞ്ഞാണ് മൂടിക്കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ശീശി, ഒരു കണ്ണാടി ചില്ല് പോലെയാണ് ഇവർക്ക് കാണപ്പെട്ടത്. കണ്ണാടി ഇങ്ങനെ വിരിച്ച് ഇട്ടേക്കുന്ന ഒരു പ്രതലം പോലെ. हमें बर्फ काटने के फावड़े का इस्तेमाल करना ही पड़ा. അതായത് ഈ മഞ്ഞുകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് മാറ്റാനായിട്ടുള്ള ഫാവട എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ പാര, ഇങ്ങനെ ഒരു കോരി എന്നൊക്കെ പറയില്ല. അപ്പോൾ ഇതിങ്ങനെ കോരി മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഫാവട. അത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു. അവർ ഇത്തിനി ശക്തി സെ ഫാവട ചലാന പട ജിസ്സെ കി ഉസ് ജമേ ഹുയെ ബർഫ് കി ധർത്തി കോ ഫാവടയ്ക്ക് ദാത്തേം കാട്ട് സകെ. അതായത് ഈ ഇത്ര ഉറച്ച ഐസ് കഷ്ണങ്ങൾ മാറ്റാൻ വേണ്ടി ഇവർക്ക് എന്താ പറയുക, അത് വല്ലാതെ ശക്തിയിൽ ഇങ്ങനെ അതിൻ്റെ പല്ല് ഇങ്ങനെ ഒരു പല്ല് പോലെ ഉണ്ടാവുമല്ലോ ആ ഫാവടയ്ക്ക്, അതുകൊണ്ട് കുത്തി ശരിക്കും കഷ്ടപ്പെട്ട് മാറ്റേണ്ട വന്നു. मैंने उन खतरनाक സ്ഥലം पर हर कदम अच्छी तरह सोच समझ कर उड़ाया. അപ്പോൾ ലേഖ പറയാൻ, ഞാൻ ആ അപകടം പിടിച്ച ആ അവസ്ഥയിൽ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ എൻ്റെ ഓരോ കാൽവയ്പും അച്ചി തര സോ സമജ്കർ ഉടായ, വളരെയധികം സൂക്ഷിച്ചാണ് ഞാൻ ഉപയോഗിച്ചതെന്നാണ് ലേഖിക പറയുന്നത്. दो घंटे से कम समय में ही हम शिखर कैंप पर पहुंच गए. 2 മണിക്കൂർ, അതാണ് ദോ ഗണ്ടേസേ കം, 2 മണിക്കൂർ ആയില്ല, അതിനു മുമ്പ് തന്നെ ഇവരെവിടെ എത്തി, ആ പീക്ക് ക്യാമ്പിലെത്തി. അങ്കദോർജിനെ പീച്ചെ മുഡ്കർ ദേഖാ और मुझसे कहा कि क्या मैं थक गई हूँ. അപ്പോൾ അങ്കദോർജി ഇങ്ങനെ ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എന്താ തക്കയും ക്ഷീണിച്ചോ എന്ന് ചോദിച്ചു. മേനെ ജവാബ് ദിയ നെഹി, ഇല്ല ക്ഷീണിച്ചില്ല എന്ന് ലേഖിക മറുപടി പറഞ്ഞു. जिसे सुनकर वे बहुत अधिक आश्चर्यचकित और आनंदित हुए. ഇത് കേട്ടപ്പോൾ വളരെയധികം ആശ്ചര്യപ്പെടുകയും അതുപോലെ തന്നെ വളരെയധികം ഹാപ്പി ആവുകയും ചെയ്തു. ആര്? അങ്കദോർജി. അതായത് തൻ്റെ കൂടെ ഒരു എന്താ പറയുക, ക്ഷീണമില്ലാണ്ട് ആ ഒപ്പത്തിനൊപ്പം കയറിയല്ലോ, അതോർത്തിട്ട്. उन्होंने कहा कि पगले वाले दल ने शिखर कैंप पर पहुंचने में 4 घंटे लगाए थे. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതിനു മുമ്പ് പോയ ഒരു ഗ്രൂപ്പ് ഈ പീക്കിലെത്തുന്നതിന് 4 മണിക്കൂർ എടുത്തു. ഇവർ 2 മണിക്കൂർ വരെ എടുത്തിട്ടില്ല. और यदि हम इसी गति से चलते रहते तो
हम शिखर पर दोपहर 1 पहुंच जाएंगे. അപ്പം നമ്മൾ ഈ ഒരു സ്പീഡിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ ആ പീക്കിലെത്താൻ ദോപഹർ ഉച്ചയ്ക്ക് 1 പहुंच जाएंगे. ഒരു മണിക്ക് എന്താണ് 1 മണിക്കൂർ തന്നെ 1 മണിക്ക് നമ്മളവിടെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മളവിടെ കറക്റ്റ് എത്തുമെന്ന് അങ്കദോർജി പറഞ്ഞു. लाटू हमारे पीछे पीछे आ रहा था और जब हम दक्षिणी शिखर के नीचे आराम कर रहे थे वह हमारे पास पहुंच गया. അപ്പോൾ ലാട്ടു എന്ത് ചെയ്തു, ഇവരുടെ പുറകെ തന്നെ ലാട്ടുവും കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ എപ്പോഴാണോ ദക്ഷിണി ശിഖർ ഇപ്പോൾ സൗത്ത് ശിഖറിലെ ആ പീക്കിലെത്തിയപ്പോൾ അവിടെ എത്തി നീച്ചെ ആരാം കറക്കിയത്, അവരവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വ ഹമാരെ പാസ് പൗഞ്ച് ഗയ, ആരെത്തി, ലാട്ടു ഇവരുടെ അടുത്തെത്തി. ദോടി ദോടി ചായ പീനേക്ക് ബാദ് ഹംനെ ഫിർ ചടായി ശുരു കി. എന്താണ്, കുറച്ച് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ക്ഷീണം മാറ്റിയിട്ട് ഒരു പിന്നെയും കയറാൻ തുടങ്ങി. ലാട്ടു ഏക്ക് നൈലോൺ കി രസിയിലായതാണ്, ലാട്ടു കയ്യിൽ ഒരു നൈലോൻ്റെ കയറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇസിലി അങ്കദോർജി അവർ മേ രസിക്ക് സഹാരെ ചടേ. അപ്പോൾ അതുകൊണ്ട് അങ്കദോർജിയും അതുപോലെ തന്നെ ബജേന്ദ്രിപാലും ആ കയറ് പിടിച്ചിട്ട് പതുക്കെ കയറ്റം കയറാൻ തുടങ്ങി. जबकि लाटू एक हाथ से रसी पकड़े हुए बीच में चला. ലാട്ടു എന്ത് ചെയ്തു, ഒരു കയ്യിൽ ആ കയറ് പിടിച്ചിട്ട് ലാട്ടുവും കയറാൻ തുടങ്ങി. उसने रस्सी अपनी सुरक्षा की बजाय हमारे संतुलन के लिए पकड़ी हुई थी. ലാട്ടു സ്വന്തം സുരക്ഷിതത്തെക്കാളും കൂടുതൽ ഈ ഒരു ബാലൻസ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് പിടിച്ചുകൊണ്ട് ആണ് നടന്നിരുന്നത്. लाटू ने ध्यान दिया कि मैं इन ऊंचाइयों के लिए सामान्यतः आवश्यक 4 लीटर ऑक्सीजन की अपेक्षा लगभग 2.5 लीटर ऑक्सीजन प्रति मिनट की दर से लेकर चल रही थी. അപ്പോൾ ലാട്ടു എന്താണ് ശ്രദ്ധിച്ചത്, ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് സാധാരണ ആവശ്യമുള്ളൊരു 4 ലിറ്റർ ഓക്സിജനാണ് ശരിക്കും വേണ്ടത്. അപ്പോൾ ബജേന്ദ്രിപാലിൻ്റെ കയ്യിലാകെ 2.5 ലിറ്റർ ഓക്സിജന് ആ ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലാക്കിയ നമ്മുടെ ലാട്ടു ഈ ഓക്സിജൻ സിലിണ്ടർ കുറവ് നികത്തി കൊടുത്തു, അതായത് കുറച്ച് ഓക്സിജൻ അതിൽ ഫില്ല് ചെയ്ത് കൊടുത്തു. കുറച്ച് അതായത് കറക്റ്റ് ഫില്ലിങ് ഇല്ലെങ്കിൽ ഇവർക്ക് കയറാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കിയ ലാട്ടു കറക്റ്റായിട്ട് ഓക്സിജൻ ഫില്ല് ചെയ്ത് കൊടുത്തു. അപൂർത്തി പെടായി എന്ന് പറഞ്ഞാൽ, ഓക്സിജൻക്ക് അപൂർത്തി പെടായി എന്ന് പറഞ്ഞാൽ ആ ഓക്സിജൻ്റെ കുറവ് നികത്തി കൊടുത്തു എന്നാണ് അർത്ഥം. മുझे महसूस हुआ कि सपाट और कठिन चढ़नाई भी अब आसान लग रही थी. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ആ ഓക്സിജൻ്റെ ഫില്ലിങ് വന്നപ്പോൾ സപാട്ട് അവർ കഠിൻ, അതായത് സമതലമായാലും അതുപോലെ തന്നെ കുത്തനെയുള്ള കയറ്റമായാലും എല്ലാം എന്താണ് വളരെ എളുപ്പമായിട്ട് ലേഖയ്ക്ക് തോന്നി. ആസാൻ ലഗ് രഹി थी. दक्षिणी शिखर के ऊपर हवा की गति बढ़ गई थी. അപ്പോൾ എന്താണ്, സൗത്ത് പീക്കിൽ ഊപ്പർ ഹവാക്കി ഗതി, ആ പീക്കിൻ്റെ മുകളിൽ കാറ്റിൻ്റെ ഗതി വളരെയധികം കൂടിയിട്ടുണ്ടായിരുന്നു. उस ऊंचाई पर तेज हवा के चौके बुरबुर बर्फ के कणों के चारों तरफ उड़ा रहे थे. അതായത് അത്ര ഉയരത്തിൽ ആ കാറ്റ് വീശുന്നത് കൊണ്ട് ചോക്കെ ബുർബുർ പറന്നു നടക്കുന്ന ഐസ് കഷ്ണങ്ങൾ ഇങ്ങനെ ചാരോ തരം ഉടാരക്കേതെന്ന്, അതായത് ശക്തമായ കാറ്റ് കൊണ്ട് ആ കാറ്റിൻ്റെ ആ ഒരു പ്രാതിനിധ്യം കൊണ്ട് ഈ ഐസ് കഷ്ണങ്ങൾ ഇങ്ങനെ പറന്ന് ചാരോ തരം ഉടാരഹേത എന്ന് പറഞ്ഞാൽ ഐസ് കഷ്ണങ്ങളെ ഇങ്ങനെ പറപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ജിസെ ദൃശ്യത ശൂന്യത ആകെയ്തി. അപ്പോൾ അത്തരം കാറ്റിൽ ഐസ് കഷ്ണങ്ങൾ ഇങ്ങനെ പറക്കുന്നത് കൊണ്ട് ശൂന്യം എന്ന് പറഞ്ഞാൽ വിഷൻ, ആ വിഷൻ ഒട്ടും ക്ലിയർ അല്ലായിരുന്നു. ശൂന്യത ആകെയെന്ന് സീറോയിലായിട്ടുണ്ടായിരുന്നു എന്ന്, കാറ്റ് കൊണ്ടൊന്നും കാണാൻ പറ്റാത്ത. अनेक बार देखा कि केवल थोड़ी दूर के बाद कोई ऊंची चढ़ाई नहीं है,
കുറേ പ്രാവശ്യം ഇവർ നോക്കിയതിന് ശേഷമാണ് അവർക്ക് മനസ്സിലായത് ഇനി മേളിലേക്ക് കയറാനായിട്ട് വലിയ പർവ്വതങ്ങൾ ഒന്നും ഇല്ലയെന്ന്. ഡലാൻ ഏകദം സീത നീച്ചെ ചലാ ഗയാഹെന്ന്. ഡലാൻ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഏകദം സീത നീച്ചെ. പിന്നെ ഇവർ ഏറ്റവും പീക്കിലെത്തി എന്നർത്ഥം. തിരിഞ്ഞു നോക്കുമ്പോൾ ഇനി മലകളൊന്നുമില്ല, ഇനി നേരെ താഴേക്ക് സ്ലോപ്പാണെന്ന് അർത്ഥം. അതായത് ആ ഹിമാലയത്തിൻ്റെ പീക്കിലാണ് ഇവർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് താഴേക്ക് സ്ലോപ്പാണെന്ന്. മേരി സാസ് മാനോ രുക്ക് ചെയ്തി. അപ്പോൾ ബജേന്ദ്ര പാല പറയാണ്, എൻ്റെ ശ്വാസം നിലച്ചു പോയ പോലെ തോന്നി. മുജെ വിചാർ കൗദ കി സഫലത ബഹുത് നസ്ദീക്. കൗദ എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ്. എനിക്ക് എൻ്റെ പോസിറ്റീവ് മൈൻഡ് എനിക്ക് മനസ്സിലാക്കി തന്ന എന്താണ്, ഈ എൻ്റെ വിജയം. അതായത് ഇവർ എന്താ അവർ ഉദ്ദേശിച്ച കാര്യം എന്താണോ അവിടെ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് എൻ്റെ മനസ്സ് എനിക്ക് പറഞ്ഞു തന്നു. 23 मई 1984 के दिन दोपहर के 1:07 पर मैं एवरेस्ट की चोटी पर गड़ी थी. അപ്പോൾ 1984 മെയ് 23-ാം തീയതി ഉച്ചയ്ക്ക് 7 മണി കഴിഞ്ഞ് दोपहर के 1:07, അതായത് ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് 7 മിനിറ്റ് 7 മിനിറ്റിൽ ആര് എവറസ്റ്റിൻ്റെ പീക്കിലുണ്ടായിരുന്നു? നമ്മുടെ ബജേന്ദ്രി പാൽ. എവറസ്റ്റ് की चोटी पर पहुंचने वाली मैं प्रथम ഭാരതീയ മഹിള थी. എവറസ്റ്റിൻ്റെ ആ പീക്കിലെത്തുന്ന ഏറ്റവും ആദ്യത്തെ ഭാരതീയ വനിത, ഇന്ത്യൻ വനിത ആരായിരുന്നു? ബജേന്ദ്രി പാൽ. എവറസ്റ്റ് ശംഖു की चोटी पर इतनी जगह नहीं दी कि 2 വ്യക്തി സാത്ത് ഗഡേ ഹോ സകെ. അപ്പം എവറസ്റ്റിൻ്റെ ആ ശംഖു എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ എൻഡ്, അതായത് ആ എവറസ്റ്റിൻ്റെ ആ പീക്കിൽ ആ ഒരു ചെറിയൊരു സമതലമായ ഭാഗം, ആ ശംഖുവിൽ ഇത്തിരി ജഗ നഗീതി, ഇത്രയും സ്പേസ് ഉണ്ടായിരുന്നില്ല. കി 2 വ്യക്തി സാത്ത് ഗഡേ ഹോ സകെ, 2 വ്യക്തികൾക്ക് ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു സ്ഥലം പോലും ഇല്ലാത്തൊരു പീക്കായിരുന്നു അത്. चारों तरफ हजारों मीटर लंबी सीधी ढलान को देखते हुए हमारे सामने प्रश्न सुरक्षा का था. അപ്പോൾ ചാരോ തര ഹസാരോ മീറ്റർ, ആയിരക്കണക്കിന് മീറ്റർ സീതി ഡലാൻ, അതായത് 4 വശവും എങ്ങനെയാണ്, ആയിരക്കണക്കിന് മീറ്റർ നീളത്തിൽ സീതി ഡലാൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുക. ആ പീക്കിൻ്റെ അവിടെ നിന്ന് പിന്നീട് താഴേക്ക് സ്ലോപ്പാണ്. അത് കണ്ടപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? സുരക്ഷ. കാര്യം അവിടെ അങ്ങനെ 2 പേർക്ക് നിൽക്കാനുള്ള സ്ഥലമില്ല. താഴെ എന്താണ്, സ്ലോപ്പായിട്ടുള്ള ഇതാണ് കിടക്കുന്നത്. അപ്പോൾ എന്താ പറയുക, താഴേക്ക് വീണാൽ പിന്നെ പൊടി പോലും കിട്ടില്ല. അപ്പം ഇനി അത് സേഫ്റ്റിയാണ് നോക്കേണ്ടത്. हमने पहले बर्फ के फावड़े से बर्फ की गुदाई कर अपने आप को सुरक्षित रूप से स्थिर किया. ഇവരെന്ത് ചെയ്തു? അപ്പനെ പഹലെ അവരെന്ത് ചെയ്തു? ആ ഫാവട കൊണ്ട് അവിടെയുള്ള മഞ്ഞുകട്ടകളൊക്കെ മാറ്റിയിട്ട്, ഗുദായിക്കർ എന്ന് പറഞ്ഞാൽ അതിനെ ക്ലീൻ ചെയ്തിട്ട് അവർ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി. ഇസ്കെ ബാദ് മേ അപ്പനെ ഗുഡനോ കെ ബൽ ബൈട്ടി എന്ന് പറഞ്ഞാൽ മുട്ടിലിങ്ങനെ നിന്നു. നമ്മൾ മുട്ടിലിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കില്ല, അതുപോലെ. ബർഫ് പർ അപ്പനെ മാതേക്കോ ലഗാക്കർ മേനെ സാഗർ മാതേക്ക് താജ് ക ചുംബൻ ലിയ. ബർഫ് പർ അപ്പനെ മാതേക്കോ, അതായത് ആ മഞ്ഞിലേക്ക് എൻ്റെ നെറ്റി കൊണ്ട് ഇങ്ങനെ മുട്ടിച്ചിട്ട് എന്താണ്, ഞാൻ സാഗർ മാതേക്ക് താജിക്ക, അതായത് സാഗർ മാതേക്ക് താജിക്ക എന്ന് പറഞ്ഞാൽ അമ്മയെ നമ്മുടെ ഭാരത ഭൂമിനെ ചുംബിക്കുന്നു എന്ന് പറയില്ലേ, ചുംബിച്ചു എന്ന്. ബിന ഉടേഹി മേന അപ്പനെ ദൈലീസെ, അവിടെ നിന്ന് എഴുന്നേക്കാണ്ട് തന്നെ എന്ത് ചെയ്തു? ദൈലി എന്ന് പറഞ്ഞാൽ തൻ്റെ ബാഗിൽ നിന്നും ദൈലിസെ ദുർഗമ്മ ആ അമ്മയുടെ ദുർഗമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ ഫോട്ടോ എടുത്തിട്ട്, അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ് നിക്കാല, അതായത് എന്താ പറയുക, ഹനുമാൻ ചാലീസ് എന്ന് പറഞ്ഞാൽ ദുർഗാമാതാവിൻ്റെ ചിത്രവും അതുപോലെ തന്നെ ഹനുമാൻ്റെ ചാലീസ് എന്ന് പറഞ്ഞ ശ്ലോകം എടുത്തു. ചാലീസ് നിക്കാല മേനെ ഇൻകോ അപ്പനെ സാത്ത് ലായേ
लाल कपड़े में लपेटा और छोटी सी पूजा अर्चना की और इनके बर्फ में दबा लिया. എന്നിട്ട് എന്ത് ചെയ്തു? ചെറിയ അതിൻ്റെ കൂടെ കൊണ്ടുവന്ന ചുവന്ന തുണിയിൽ ഇതെല്ലാം പൊതിഞ്ഞിട്ട് ചെറിയൊരു പൂജയൊക്കെ അർച്ചനയൊക്കെ ചെയ്തു. പിന്നെ അവിടുത്തെ ഐസിൽ അത് പൂഴ്ത്തി വെച്ചു. ആനന്ദ്ക്ക് ഈ ക്ഷൺമേ മുझे अपने മാതാപിതാ का ധ്യാന ആയ. അപ്പം ഈ സന്തോഷ സമയത്ത് എന്താണ്, വലിയൊരു സംഭവമാണല്ലോ, ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കി എന്നുള്ളൊരു പേര്. അത് ബചേന്ദ്രി പാലിൻ്റെ ജീവിതത്തിലൊരു അഭിലാഷമായിരുന്നു. അപ്പോൾ അത് സാധിച്ചതിൽ ആ സമയത്ത് ബചേന്ദ്രി പാൽക്ക് തൻ്റെ അച്ഛനും അമ്മനെയും ഓർമ്മ വന്നു. जैसे मैं उड़ी मैंने अपने हाथ छोड़े और मैं अपने रंजू नेता अंगदोजी के प्रति आदर भाव से झुकी. അപ്പോൾ അവിടെ നിന്നും എഴുന്നേറ്റപ്പോഴേക്കും അങ്കദോർജിയുടെ രഞ്ജു നേത എന്ന് പറഞ്ഞത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത ആ നേതാവായ അങ്കദോർജിനെ അങ്ങനെ കൈകൂപ്പി നമസ്കരിച്ചു. അങ്കദോർജി ജിനോനെ മുझे പ്രോത്സാഹിത് കിയ और मुझे ലക്ഷ്യ തക് പहुंचाയ. ഈ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് അങ്കദോർജിയാണ് കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത്. मैंने उन्हें बिना ऑक्सीजन के एवरेस्ट की दूसरी चढ़ाई चढ़ने पर बधाई भी दी. അപ്പം मैंने उन्हें बिना ലേഖിക്ക് എന്ത് ചെയ്തു? ഇനിയും ഓക്സിജൻ കൂടാണ്ട് രണ്ടാമതും ഈ ഹിമാലയത്തിൽ കയറാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രോത്സാഹിപ്പിച്ചാലും പറഞ്ഞു. ഉन्होंने मुझे गले से लगाया, ഹഗ് ചെയ്തു. और मेरे कानों में ഫുസ്ഫുസായ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെവിയിൽ പതുക്കെ ഇങ്ങനെ നമ്മൾ പറയില്ലേ, രഹസ്യം പറയാമെന്ന് പറയില്ല, അങ്ങനെ പറഞ്ഞു. ദീദി തുമ്നെ അച്ചി ചടായിക്ക്, ദീദി നീ നല്ല രീതിയിലാണ് നീ എന്താണ് കയറിയത്. ബഹുത് പ്രസന്ന ഹോ, ഞാൻ വളരെ ഹാപ്പിയാണെന്ന്. കുച്ച് ദേർ ബാദ് कुछ देर बाद सोनम पुलजर पहुंचे और उन्होंने ഫോട്ടോ ലേനെ ശുരു കർ ദിയെ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും സോനം പുല്ലറും അവിടെ മുകളിലെത്തി. അദ്ദേഹം പിന്നെ ഫോട്ടോയൊക്കെ എടുക്കാൻ തുടങ്ങി. ഈ സമയത്ത് ലാട്ടുവിനെ ഹമാരെ നേതാക്കോ എവറസ്റ്റ് പർ ഹം ചാരോ കെ ഹോനെ കി സൂചന ദീദി. അതായത് ഈ സമയത്തിന് ലാട്ടു എന്ത് ചെയ്തു? ഇവരിവിടെ പീക്കിലെത്തിയ കാര്യമെല്ലാം മറ്റുള്ളവരെയൊക്കെ അറിയിച്ചു. तब मेरे हाथ में वॉकी टॉकी दिया गया. എന്നിട്ട് എന്ത് ചെയ്തു? ആ വാക്കി ടോക്കി ലേഖിയൊക്കെ കൊടുത്തു, ബചേന്ദ്രി പാലിന് കൊടുത്തു. കർണം കുല്ലർ ഹമാരി സഫലദാസെ പ്രസന്നത, ബഹുത് പ്രസന്നത. കർണം കുല്ലർ ഈ ഒരു വിജയത്തിൽ വളരെയധികം ഹാപ്പി ആയിരുന്നു. മുझे ബത്തായി ദേത്തെ ഹുയി ഉन्होंने कहा, എന്താ കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് പറയാണ്. मैं तुम्हारी इस अनूठी उपलब्धि के लिए तुम्हारे माता मैं तुम्हारी इस अनूठी उपलब्धि के लिए तुम्हारे माता पिता को बधाई देना चाहूँगा. वे बोले कि देश को तुम पर गर्व है और अब तुम ऐसे संसार में वापस जाओगी जो तुम्हारे अपने पीछे छोड़े हुए संसार से एकदम भिन्न होगा. അപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത്? മേ തുമാരി സനൂട്ടി ഉപലബ്ധിക്കില്ലേ, എൻ്റെ ഈ വിലപ്പെട്ട അനൂട്ടി എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ട ഈ ഒരു നേട്ടത്തിൽ ഞാൻ നിൻ്റെ മാതാപിതാക്കൾക്കാണ്, പാരൻസിനാണ് ഞാൻ എന്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്. വേ ബോലേക്ക് അദ്ദേഹം പറഞ്ഞു, ദേശ് കോ തും പർ ഗർവ്, ദേശത്തിൽ എന്നോട് വളരെയധികം അഭിമാനമുണ്ട്. അവർ തും ഏസേ സംസാരമേ വാപ്പസ്, ഇനി നീ തിരിച്ചു പോകുന്ന ലോകം എങ്ങനെയായിരിക്കും? തുമാരെ അപ്പനെ പീച്ചെ ചോടെ ഹുയെ സംസാർ നീ നീ ഇതുവരെ ജീവിച്ചതിൽ നിന്നും വന്നിട്ടുള്ളതിൽ നിന്ന് ഏകദം ഭിന്നമാകുക, വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ജീവിതമായിരിക്കും ഇനി നിനക്ക് മുന്നോട്ട് കിടക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടും നിങ്ങൾ കേട്ട് നോക്കുക. എല്ലാം മനസ്സിലായി കാണുന്നു. താങ്ക് യു.